ടീനേജ് കാലത്ത് മൊബൈൽ ഫോൺ ബന്ധത്തിലൂടെ വഴിതെറ്റുന്ന സ്കൂൾ വിദ്യാർത്ഥിനിയുടെ കഥ പറയുന്ന ഹ്രസ്വ ചിത്രമാണ് 3.1 മെഗാ പിക്സൽസ്. ചലച്ചിത്ര രംഗത്ത് യാതൊരുവിധ മുൻപരിചയവുമില്ലാത്ത ഒരു കൂട്ടം പ്രവർത്തകരാണ് ഇതിന്റെ പിന്നിൽ. വ്യത്യസ്ത മേഖലകളിൽ നിന്നെത്തി ഒരു വലിയ കൂട്ടായ്മ തീർത്തവർ ഒരുമിച്ചിരുന്ന് തയ്യാറാക്കിയതാണ് ഈ ഹ്രസ്വചിത്രം. ഇതിൽ പങ്കെടുത്തവർക്കെല്ലാം ആദ്യാനുഭവമാണ്. എല്ലാവരും പുതുമുഖങ്ങൾ. തുടക്കമെന്ന നിലയിൽ ചെറിയ തോതിലുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാം ഒരു അനുഭവമായിരുന്നതായും സംവിധായകൻ അഭിപ്രായപ്പെട്ടു. കുഞ്ഞു പെൺകുട്ടികളെ, അതായത് 14-15 വയസ്സൊക്കെ പ്രായത്തിലുള്ള പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ എല്ലാ ദിവസവും കാണുന്നതാണ്. അപ്പോൾ അതിന് ഇപ്പോൾ ടെക്നോളജിയുടെ ഒരു അറ്റ്മോസ്ഫിയറും കൂടെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പ്രധാനമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് മൊബൈൽ ഫോൺ ക്യാമറകൾ, ഇന്റർനെറ്റ്, പോർണോ വീഡിയോ ക്ലിപ്സ്, ഇതിൻ്റെ എല്ലാം ഒരു അതിപ്രസരം നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ എല്ലാ ദിവസവും വായിക്കുന്ന ഒരു വാർത്ത, നമ്മൾ കണ്ടു മറന്നു പോകുന്ന ഒരു വാർത്ത, ഈ പെൺകുട്ടികൾക്ക് പിന്നീട് എന്ത് സംഭവിക്കുന്നു, അതിലേക്കൊരു എത്തിനോട്ടമാണ് ശരിക്കും ഞങ്ങളുടെ ഈ ഒരു ഹ്രസ്വചിത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കലാശ്രുതി ക്രിയേഷൻസിന്റെ ബാനറിൽ 2.5 ദിവസം കൊണ്ട് ചിത്രീകരണം പൂർത്തിയാക്കി. കൊല്ലം, കല്ലട എന്നിവിടങ്ങളിലായിരുന്നു ചിത്രീകരണം. പ്രണയത്തിന്റെ മറവിൽ ഒത്തുകൂടുന്ന ടീനേജുകാർ ഒടുവിൽ SMS സന്ദേശങ്ങൾ പലർക്കായി കൈമാറുന്നു. പ്രണയത്തിന്റെ തീവ്രതയിൽ കാമുകനൊപ്പം ഒളിച്ചോടുന്ന പെൺകുട്ടി പലരുടെയും മുന്നിൽ കാഴ്ചവസ്തുവാകുന്നു. മനഃപൂർവ്വമല്ലാതെ സെക്സ് റാക്കറ്റിന്റെ പിടിയിലകപ്പെടുന്ന പെൺകുട്ടി ഒടുവിൽ ഇത് പ്രൊഫഷനായി സ്വീകരിക്കുകയാണ്. അങ്ങനെ എത്തിയ പെൺകുട്ടിയുടെ കഥയാണ് ഈ ചിത്രത്തിൽ പറയുന്നത്. മൊബൈൽ ഉപയോഗവും തെറ്റായ രീതിയിലെത്തുന്ന പ്രണയവും പൊതുസമൂഹത്തെ അറിയിക്കാനും ഇതിനെതിരെ ഒരു ബോധവൽക്കരണവുമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് സംവിധായകൻ ഫെബിൻ റോബർട്ട് പറഞ്ഞു. സെക്സ് റാക്കറ്റുകളിൽ പെടുന്ന പെൺകുട്ടികളുടെ പ്രായം ഭീതി ഉളവാക്കുന്നതാണ്. കേരളത്തിൽ ഈ രംഗത്ത് അപകടകരമാം വിധം പ്രവർത്തനങ്ങൾ വ്യാപിച്ചിട്ടുണ്ട്. ടീനേജ് കുട്ടികൾ ഇത്തരം അപകടത്തിൽ പെടാതിരിക്കാനുള്ള ചില നിർദ്ദേശങ്ങളും ഈ ചിത്രത്തിൽ നൽകുന്നുണ്ട്. കലാലയങ്ങളിൽ സൗജന്യമായി ഈ ചിത്രം പ്രദർശിപ്പിക്കാനും സംഘാടകർക്ക് പദ്ധതിയുണ്ട്. ലാജോ ജോസ് രചനയും രാജേഷ് കുമാർ, ജിതിൻ ജോസഫ്, ജെയിംസ് എന്നിവർ നിർമ്മാതാക്കളുമാണ്. നിയാസ്, അഞ്ജു അമർനാഥ്, ഫ്രാൻസിസ്, ലാജോ എന്നിവരാണ് പ്രധാന വേഷങ്ങൾ ചെയ്തിരിക്കുന്നത്. ആസാദെ നായരാണ് ക്യാമറ. ന്യൂസ് ബ്യൂറോ, കൊല്ലം.